ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 2,90,00,000 വോട്ടർമാർ. ഏപ്രിൽ 9 3471 പോളിംഗ് സ്റ്റേഷനുകൾക്ക് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി പോളിംഗ് റിസൾട്ട് മെയ് 4 അറിയാം. 100 വയസ്സിന് മുകളിലുള്ള 1571 വോട്ടർമാർ. പുതിയ വോട്ടർമാർ 4,24,000. 10 വർഷം പൂർത്തിയാക്കിയ LDF സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാം അംഗത്തിനൊരുങ്ങുമ്പോൾ ഏക പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയനും മന്ത്രിമാരും MLA-മാരും ജനവിധി തേടുന്നു. ഇടതുമുന്നണിയിൽ നിന്നും പുറത്തുപോയ ടി ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ G സുധാകരനും PK ശശിയും സ്വതന്ത്രന്മാരായി മത്സരിക്കുമ്പോൾ പിന്തുണ നൽകി കോൺഗ്രസും. LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ. 1,00,000 കോടിക്ക് മുകളിൽ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. അതിദാരിദ്ര്യ മുക്ത കേരളം. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായ കേരളം. മികച്ച വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ. സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ. വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ പ്രതിഷേധങ്ങൾ. കണ്ടല ബാങ്ക് അഴിമതി. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലെ അഴിമതി. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ ADM-ന്റെ ആത്മഹത്യയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജയിൽവാസവും. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർ. ടീം UDF പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ഉപതെരഞ്ഞെടുപ്പുകളിലെ വൻ വിജയങ്ങൾ ഹൈക്കമാൻഡ് വിലയിരുത്തി MP-മാർക്ക് സീറ്റ് നൽകാതെ മുന്നോട്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ 2 തവണ തൃശ്ശൂരിൽ മത്സരിക്കുകയും 3-ാം ഊഴത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MP-യായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുകയും ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP NDA പിടിച്ചെടുക്കുകയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വിജയഗാഥ പിന്തുടർന്നുകൊണ്ട് കേരള BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കേരള നിയമസഭയിലേക്ക് മത്സരത്തിനൊരുങ്ങുന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും നിയുക്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും PC ജോർജിൻ്റെ പാർട്ടിയും കരുണാകരൻ്റെ മകൾ പത്മജയും 2020-യും K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മത്സരരംഗത്ത്. K മുരളീധരൻ മുൻ MP വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കേരള നിയമസഭയിലേക്ക്. നോമിനേഷൻ നൽകി നേതാക്കൾ സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കാത്തിരിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയഗാഥ കൊയ്യുന്നവർക്കായി. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ.